ഞങ്ങളെല്ലാരും കൂടി പോണത് എങ്ങോട്ടാണെന്ന് അറിയാം, വേറെ എങ്ങോട്ടല്ല, നമ്മളെ കുഞ്ഞിപ്പെണ്ണിന്റെ കാതുകുത്തലാണ് ഇന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് ജ്വല്ലറിയിലേക്ക് വന്നതാണ്. ശരിക്കും നോക്കുമ്പോ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ ഞങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ ഇതിലൊരു 3 ആൾക്കാരെ കുറവുണ്ട്. ഞങ്ങൾ അച്ഛനും അതുപോലെ പീലിക്കുട്ടി അച്ചുട്ടനും പോലെ ഞങ്ങൾ അംഗനവാടി പറഞ്ഞതാണ്. അല്ല, അച്ഛൻ അംഗനവാടിയിൽ പറഞ്ഞല്ല. പാവം കുട്ടി ഇവിടെ എന്താ നടക്കാൻ പോണെന്നൊന്നും അറിയാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കമ്മൽ സെലക്ട് ചെയ്യണം കേട്ടോ, ഏത് കമ്മലാ വേണ്ടതെന്ന്. പക്ഷെ ഇതിലുള്ള ഒന്നല്ല ഞങ്ങൾ എടുത്തത്, ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. പക്ഷെ ഉണ്ടല്ലോ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പൊ രഞ്ജിത്തേട്ടൻ വന്നിട്ട് പറഞ്ഞ് ചെറിയ കമ്മൽ നോക്കി എടുക്കാന്ന്. അങ്ങനെ കുഞ്ഞു കമ്മൽ എടുത്തതാണ്. കാത് കുത്തണ മുന്നേ പെണ്ണോണ്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിന്. പിന്നെയാണ് നമ്മൾ കാത് കുത്തിയത്, സ്വർണം കൊണ്ട് തന്നെയാണ് കേട്ടോ കുത്തിയത്. പിന്നെ ഗണ്ണൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. പക്ഷെ ഉണ്ടല്ലോ ഗണ്ണിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് ഈ കാത് ഇങ്ങനെ കുത്തണതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തെ കരച്ചിലുള്ളായിരുന്നു. അപ്പോഴേക്കും പിന്നെ കുഞ്ഞാവ് ഉറങ്ങുകയൊക്കെ ചെയ്തേ. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ പീലിക്കുട്ടി ഈ വീഡിയോ കാണരുത് എന്നാണ്. കാരണം ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് കുഞ്ഞാന്റെ കാത് കുത്തിയ കാര്യം അറിഞ്ഞിക്കുകയാണെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അങ്ങനെ വീട്ടിലേക്ക് എത്തി കുഞ്ഞിപ്പെണ്ണിന്റെ വേദനയൊക്കെ മാറിയപ്പോഴേ മാമനോട് സങ്കടം പറയാണ് കുഞ്ഞിപ്പെണ്ണ്. അപ്പൊ ഇത്രയുള്ളൂ. വേദനയായോ? മാമന്റെ പൊന്നിന് വേദനയായോ? സാരല്ല പൊന്ന്, സാരല്ല.